കോഴി എന്തിനാ ഇവിടെ വന്നിക്കണേ? അല്ലടാ കൂട്ട കണ്ണടച്ച് കാണിക്കപ്പോഴും ഇപ്പൊ ഞാൻ ഇവനെ അകത്തേക്ക് കയറ്റണില്ല. കാരണം എന്താ വെച്ചാലേ ഇപ്പൊ തുടങ്ങി ഇവന്റെ രോമം നന്നായി വിട്ടായിട്ട് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആസ്മിൻ ചേട്ടൻ പുറത്തേക്ക് പോയേക്കാണ്. അപ്പോൾ ആ മരം ഫുള്ളായിട്ട് വെട്ടണില്ല കേട്ടോ. അതിൻ്റെ ഒരു പീസ് നമ്മളൊന്ന് നിർത്തുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ പരിപാടി എന്താണെന്ന് വെച്ചാലുണ്ടല്ലോ, ഇത്രയും നാൾ നമ്മൾ വീടിൻ്റെ അകത്തായിരുന്നു, തണുപ്പായിരുന്നല്ലോ. പക്ഷേ ഇന്നിപ്പോൾ കുറച്ച് ദിവസങ്ങളൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ല വെതറാണ്. എന്നാലും ഒരു കാറ്റ് വീശുമ്പോൾ ചെറുതായിട്ട് ഒരു തണുപ്പുണ്ട്. പക്ഷെ എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം ഒരു ചൂടൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് പുറത്ത് പണിയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയേക്കണ ഒരു വെതറായിട്ടുണ്ട്. അപ്പോൾ ഇന്നാണ് നമ്മുടെ ആദ്യമായിട്ട് നമ്മൾ പുറത്ത് നമ്മുടെ സമ്മറായിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പുറത്ത് നമ്മുടെ തോട്ടത്തിലേക്ക് പണികളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇന്നല്ല ഇനി തുടങ്ങിയുള്ള ദിവസങ്ങളിൽ കുറേ പണികൾ നമ്മൾ ഈ പ്രാവശ്യം നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതൊക്കെ നിങ്ങളെ കാണിക്കാം. ഇവിടെ നമ്മൾ മണ്ണടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ക്യാമറ ട്രൈപോഡും വേണ്ട വെച്ചേക്കുന്നത്. ഞാൻ ജസ്റ്റ് നിങ്ങളുടെ അടുത്തൊന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അതെല്ലാവരും കൂട്ടിയിട്ട് നിങ്ങളെ കാണിക്കാം. അപ്പം മണ്ണടിച്ചിട്ടുണ്ട്. മണ്ണടിച്ചേക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രീൻ ഹൗസിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരു ഗാർഡൻ ഉണ്ടല്ലോ, ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ, ചവറാക്കിയിട്ടുണ്ട് കഴിഞ്ഞ 9 വർഷം. അതൊക്കെ പോൾസരം പൊളിച്ച് കളഞ്ഞിട്ട് പോൾസരം മരം വെച്ചിട്ട് 2 നല്ല ബെഡ് ഉണ്ടാക്കിയിട്ടുണ്ട് ചെടികളൊക്കെ നടാൻ വേണ്ടിയിട്ട്. അത് കാണിക്കാം. അതിൻ്റെ ഉള്ളിൽ കഴിഞ്ഞ ദിവസം നമ്മളിവിടെ ചവറൊക്കെ വിൻ്റർ ആകുമ്പോൾ മരത്തിൻ്റെ ചവറുകളൊക്കെ വീഴില്ല. എന്നിട്ട് കഴിഞ്ഞ ഞായറാഴ്ച ചവറ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ കൊണ്ട് നമ്മൾ പോൾസെറ്റിന് അവിടെ അതിൻ്റെ ഉള്ളിൽ ബെഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ചവറൊക്കെ ഇടിച്ച്, കാരണം അതിന് അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്. അപ്പോൾ ചവറൊക്കെ ഇടിച്ച് അതിൻ്റെ ഉള്ളിൽ നിറച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ മണ്ണടിച്ചേക്കുന്നത് അതിനകത്ത് മണ്ണ് കൊണ്ടുപോയി നിറയ്ക്കണം. പിന്നെ എൻ്റെ പരിപാടി എന്താ വെച്ചാൽ അത് പോൾസെറ്റിൻ്റെ തോട്ടാട്ടാ. എൻ്റെ തോട്ടം നമ്മൾ കഴിഞ്ഞ വർഷം നമ്മളിവിടെ വീട് പണിതിട്ടില്ലേ, പുതിയൊരു ചെറിയൊരു വീട് പോലെ പണിതിട്ടുണ്ടായിരുന്നില്ലേ, അവിടേക്ക് ഞാനൊരു നല്ല ഭംഗിയുള്ള ഒരു ഗാർഡൻ ഉണ്ടാകാൻ വേണ്ടിയിട്ട് പോവാണ്. അതിലേക്കാണ് ഞാൻ ഇതിനു മുമ്പ് ഒരു ദിവസം കുറേ ഡാലിയയുടെ വിത്തൊക്കെ വാങ്ങിച്ചിട്ട് നിങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതെൻ്റെ പുതിയ തോട്ടത്തിലേക്ക് വെക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ ഗ്രീൻ ഹൗസിലെ പണികളൊക്കെ പോൾസെറ്റാണ് ചെയ്യുന്നത്. ഇവിടുത്തെ തോട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഞാനാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ എനിക്കിന്ന് അവിടെ തോട്ടത്തിന് നമ്മളൊരു പ്ലാനൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട്, വലിയ പ്ലാനൊന്നും ഇല്ല എനിക്ക്, അങ്ങനെ പ്ലാനൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ കൊണ്ടുവന്നിട്ട് മണ്ണ് നിറയ്ക്കാൻ വേണ്ടിയിട്ട് പോകണം. അതാണ് ഇന്നത്തെ എൻ്റെ പരിപാടി. പിന്നെ നമ്മുടെ താറാവിനും കോഴിനും നമ്മൾ അയച്ചിരുന്നില്ല, കാരണം ഇവിടെ ഞാൻ മണ്ണ് നിറച്ചേക്കുന്നത് കാണിക്കാം നിങ്ങളെ. മണ്ണടിച്ചേക്കുന്നത് ഇതാണ്, നമ്മൾ മണ്ണ് അടിച്ചേക്കുന്നത്. നല്ല കറുത്ത മണ്ണാട്ടാ. കഴിഞ്ഞ ദിവസം മഴ പെയ്തിട്ടുണ്ടായിരുന്നു. മുകളിലെ മണ്ണിൻ്റെ കളർ അങ്ങനെ മാറിയിട്ട് കിടക്കുന്നത്. അടിയിൽ നോക്കിക്ക് നല്ല കറുത്ത മണ്ണ. പോൾസായിട്ട് ഇന്നലെ കുറച്ചൊക്കെ മണ്ണൊക്കെ പോൾസാൻ്റെ ഗ്രീൻ ഹൗസിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്ന് നിറച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചിമ്പോ ഇങ്ങോട്ട് വാ. നമ്മുടെ ചിമ്പൂട്ടിനും കൂടി ഉണ്ട്, ആസ്മിൻ കൂട്ടിനും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. ചെറുക്കനെ അങ്ങോട്ട് പോയി തോന്നുന്നു. മറ്റേ 2 പൂച്ചകൾ ഉറക്കാണ്. ചിമ്പൂന് എന്നൊരു ചൂടാക്കി കിട്ടിയപ്പോൾ അവിടെ കിടന്നിട്ട് കാണിക്കുന്നതാണ് കാണുന്നത്, ചൂട് കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഗ്രീൻ ഹൗസിൽ ഉണ്ടാക്കിയേക്കണ പുതിയ 2 ബെഡ് ഉണ്ടാക്കിയിട്ടുണ്ട് തോന്നല്ലേ. ഇതാട്ടാ ഞാൻ ഇതറിഞ്ഞോ. ഇപ്പുറത്തെ ഭയങ്കര വലുതാണ്. ഇതിന് അത്രയ്ക്ക് നമ്മളാണ് ഹൈറ്റ് വെച്ചില്ല. ആദ്യം ഉണ്ടാക്കിയത് പോൾസേട്ടന് അവിടത്തെ ആയിരുന്നു. അതിന് ഭയങ്കര ഹൈറ്റാണ്, കാരണം അതിനകത്ത് നമ്മൾ കുറേ മണ്ണിട്ട് അടിക്കേണ്ടി വരും. അത്രയ്ക്ക് നമുക്ക് ആവശ്യമില്ല. പിന്നെ രണ്ടാമത് ഉണ്ടാക്കിയതായിരുന്നു ഇത്. പക്ഷേ ഇത്രയ്ക്ക് ഹൈറ്റ് ഇതിന് വെപ്പിച്ചുള്ളൂ. മറ്റേതിന് ഭയങ്കര ഹൈറ്റാണ്. ഇതിനകത്ത് ഇന്നലെ പോൾസേട്ടൻ മണ്ണൊക്കെ ഇട്ടിട്ട് നിറച്ചിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി മണ്ണിടാനുണ്ട്. അപ്പുറത്തുണ്ട് വലുത്, അത് കാണിക്കാം. വലിയത് ഇതാണ് പോൾസേട്ടന് ഏറ്റവും ആദ്യം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇതിനെ നോക്കിക്ക് ഇത്രയ്ക്ക് നല്ല ഹൈറ്റ് ഉണ്ട്. കാരണം ഇത്രയ്ക്ക് ഡീപ്പ് ആവശ്യമില്ല. ഇത് ഭയങ്കര ഡീപ്പായി പോയി. കാരണം ഇതിനകത്ത് നമ്മുടെ ഇവിടെ ആദ്യം ഉണ്ടായിരുന്ന 3 തോട്ടം പോലെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ലേ, അതിനകത്ത് നമ്മൾ അന്ന് ചവറൊക്കെ ഞാൻ കുറേ കൊണ്ടുവന്നിട്ട് വാരിയിട്ടിട്ടുണ്ടായിരുന്നില്ലേ, അതെല്ലാം കൂടിയിട്ട് പോൾസേട്ടൻ നമ്മുടെ ചിമ്പിട്ട് വന്നിട്ട് അതെല്ലാം കൂടിയിട്ട് പോൾസേട്ടൻ ഇതിനകത്ത് നിറച്ചേക്കുന്നത്. നല്ല സൂപ്പർ കമ്പോസ്റ്റ് ആട്ടാ. അപ്പോൾ ഇതിന് കോലൊക്കെ അടിച്ചിട്ടുണ്ട്. ഇതിനകത്ത് കുറച്ചും കൂടി പണിയുണ്ട്.
നമ്മുടെ ചിമ്പൂട്ടിന് എത്തിയിട്ടുണ്ട് കൂടെ. പോൾ സൈഡിനും പണിക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ചിമ്പു എപ്പോഴും പിന്നെ നമ്മുടെ കൂടെ ഉണ്ടാവും. അത് കാരണം നമുക്കൊരു നേരം പോക്കാണ്. ചിമ്പു എവിടേക്ക് പോകണം അവിടേക്ക് വരും. അപ്പോൾ ഇതാണ് സംഗതി. കണ്ട അതിൻ്റെ ഡീപ്പ് നോക്കിക്കേ, ഭയങ്കര ഡീപ്പാണ്. നല്ല വലിപ്പമുണ്ട് കേട്ടോ. ക്യാമറ ഇതിനകത്ത് കാണുമ്പോൾ എന്തോരം വലിപ്പം നിങ്ങൾ കാണണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ നല്ല വലിപ്പമുണ്ട് കേട്ടോ. അതിന് 4 സൈഡിൽ കോല് വയ്ക്കണം, 3 സൈഡിൽ കോല് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഇത് പുതിയ തോട്ടം നമ്മൾ ഇവിടെ ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോണത്. ഇത് നമ്മുടെ പുല്ല് വരാണ്ടിരിക്കണ ഷീറ്റായിട്ടാണ് ഇടുന്നത്. കാറ്റുണ്ട്. ഈ ഷീറ്റ് ഇട്ട് കഴിഞ്ഞിട്ടാണ് ഇതിന് മുകളിൽ വേണം നമുക്ക് മണ്ണ് ഇടാൻ വേണ്ടിയിട്ട്. മരങ്ങളൊക്കെ കടിച്ച് തിന്നാനുള്ള വിചാരിക്കാൻ അതൊക്കെ ഞങ്ങളുടെ പൂണ്ടാവുന്ന ചെടികളാണ്. ആ ഓടണം ആ സ്കൂട്ടി പിന്നാലെ. അമ്മ നമ്മുടെ തോട്ടത്തിൽ ആദ്യത്തെ മണ്ണാക്കാം. കുറെ മണ്ണുണ്ട്. പോൾസാൻ്റെ പണികൾ അവിടെ ഗ്രീൻ ഹൗസിൽ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് കയറാട്ടാ. എനിക്ക് ചെന്നിട്ട് ചോറ് വയ്ക്കണം. സമയം ഇപ്പോൾ 6:30 ആയിട്ടുണ്ടാവും കേട്ടോ. പോൾസാൻ്റെ പണികളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. പിന്നെ വേറെ കാര്യം നിൻ്റെ അടുത്ത് പറയാൻ വേണ്ടിയിട്ട് മറന്നുപോയി. നമ്മുടെ ഇവിടെ കുറച്ച് മരങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ലേ, അതെല്ലാം നമ്മൾ വെട്ടിയിട്ടാണ്. കാരണം വെട്ടിയിട്ട് നമ്മളിവിടെ തോട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുക. അല്ലെങ്കിൽ അവിടെ നിൽക്കണം. ഇവിടെ നല്ല ഭംഗിയുള്ള മരമൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ മരത്തുമേലകളൊന്നും വരാത്തതിനും കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അവിടെ വേറെ കുറച്ച് മരങ്ങളൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതും ഇങ്ങനെ ഭയങ്കര തണലായതുകൊണ്ടേ നമുക്ക് അവിടെ ഒന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിടിക്കണമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി നമ്മൾ ഈ മണ്ണുണ്ടല്ലോ, ഈ മണ്ണ് കുറച്ച് ബാക്കി ഉണ്ടാവും നമ്മുടെ ഇവിടെ തോട്ടത്തിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ട്. മണ്ണും കൂടി അവിടെ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെയും നമ്മളൊരു തോട്ടം പോലെ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകും. അപ്പോൾ ഹോൾസെയിലിന് അവിടെ നിൽക്കുന്ന ചട്ടികളൊക്കെ ഓരോന്നൊക്കെ ഒതുക്കിയും ഓരോന്നൊക്കെ ചെയ്യുക. ഹോൾസെയിലിന് കഴിഞ്ഞ ആഴ്ച തുടങ്ങിയിട്ട് പണി തുടങ്ങി കേട്ടോ. ഗ്രീൻ ഹൗസിൽ ബോക്സ് ഉണ്ടാക്കിയിട്ട് ഞാൻ കാണിച്ചില്ലേ, അത് നല്ല രസമായിട്ട് ഹോൾസെയിലും ചെയ്തിട്ടുണ്ട് കേട്ടോ.
ഇതേപോലെ തന്നെ ബോക്സ് എനിക്ക് നമ്മുടെ ഇവിടെ ഞാൻ പുതിയതായിട്ട് ഉണ്ടാക്കിയിട്ടില്ലേ, ഇവിടെ നമ്മളിങ്ങനെ ബോക്സ് അടിക്കും കേട്ടോ. ഇവിടെ കിട നല്ല ഉറക്ക, വെറുതെ അല്ല ഞാൻ പണിയെടുക്കുന്ന സമയത്ത് വിളിച്ചിട്ട് വരാണ്ടിരുന്നു. എന്താന്ന് പതിവില്ലാത്തോണം ഉറങ്ങണേ കൊച്ചേ? എന്താ പറ്റിയേ? എന്താടാ ചിമ്പൂട്ടാ അന്ന് ഉറങ്ങണേ? ചിമ്പു ഈ പൂച്ചകളുണ്ടല്ലോ, ഇവർ സ്ഥിരം ഇരിക്കുന്ന ഒരു കസേരയായിരുന്നു കേട്ടോ. അതിങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു കുഷനായിട്ടുള്ള കസേരയായിരുന്നു. അത് അവർ കിടന്ന് 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 പൊട്ടിച്ചു. ഇന്ന് ഞാൻ നോക്കി കഴിഞ്ഞപ്പോഴുണ്ടല്ലോ നമ്മുടെ ക്യാഷ് അതിൻ്റെ ഉള്ളിലുള്ള സ്പോഞ്ച് സാധനങ്ങളൊക്കെ അത് താഴത്തേക്ക് ഇട്ടേക്കണുണ്ടല്ലേ. ഈ കസേര എടുത്ത് നമ്മൾ കളയാൻ വേണ്ടിയിട്ട് പോവാം. നല്ല കസേരയായിരുന്നു, അവർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് നല്ല പദം ഉണ്ടായിരുന്നു. പക്ഷെ അത് നാശമായിപ്പോയി. കാജൽ എന്നെ കണ്ട വഴിക്ക് തന്നെ ഓടിപ്പോയിട്ടാ. ക്യാഷിന് എന്തോ അത്രയ്ക്ക് വലിയ പേടിയില്ലെന്ന് തോന്നുന്നു. ആസ്മി ചേട്ടൻ രാവിലെ വാക്കിങ് കഴിഞ്ഞിട്ട് വരുന്നതാട്ടി കാണുന്നത്. പോരെ ബാ ബാ, ആസ്മി മാറി കൊടുക്കും, ചേട്ടൻ കയറട്ടെ.
പിന്നെ ഇവിടെ നമ്മുടെ ഒരു മരട്ടയിൽ എന്ന് പറഞ്ഞിട്ട് ഒരു ചെടി നിൽക്കുന്നുണ്ട്. അവിടെ നമ്മൾ ഇതേപോലത്തെ ഒരു വളയം വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ കോഴികൾ അതിൻ്റെ ഉള്ളിൽ കയറി നിന്നിട്ട് മാന്തണം. അപ്പോൾ അതിനകത്ത് ഞാൻ മണ്ണ് നിറച്ചുകൊണ്ടിരിക്കുക. അതിന് പച്ചപ്പ് വന്ന് തുടങ്ങണുള്ളൂ കേട്ടോ. കാരണം ഇപ്പോൾ തണുപ്പ് അങ്ങോട്ട് മാറി വരണേലേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ കാണാൻ വേണ്ടിയിട്ട് അത്രയ്ക്ക് ഭംഗിയില്ല. ഫുള്ള് പച്ചപ്പൊക്കെ വന്ന് കഴിയുമ്പോഴായിരിക്കും കാണാൻ വേണ്ടിയിട്ട് ഭംഗിയില്ല. അപ്പോൾ മരത്തിൻ്റെ പീസൊക്കെ മരത്തിൻ്റെ പീസൊക്കെ കട്ട് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. ആ സൈഡ് ഇങ്ങനെ അടിയിൽ കൂർപ്പിച്ച് കൊടുക്കുന്നതാണ് നമ്മൾ. അത് അടിയിലേ കൂർപ്പിച്ച് കൊടുക്കുന്നതാണ് നമുക്കിവിടെ അടിക്കാൻ വേണ്ടിയിട്ടേ. ചിമ്പൂട്ടൻ ഇവിടെ ഈ മരം വെട്ടണ സൗണ്ട് കേട്ടിട്ട് വരാത്തത്. അതിന് അതിൻ്റെ സൗണ്ട് ഇഷ്ടമായിട്ടില്ല. താറാവാളെ പോയി എവിടെയാണ് കുളിക്കുന്നത്? നമ്മൾ താറാവുകളുടെ വിചാരം ഉണ്ടല്ലോ ഇവിടെ ഷീറ്റ് ഇട്ടേക്കുന്നത് അവർക്ക് എന്തോ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കുന്നത് വെച്ചിട്ടുണ്ടാവും. അതിൻ്റെ ഉള്ളിൽ വന്ന് കിടക്കും. ഇപ്പോൾ അതിന് സ്ക്രൂ ചെയ്ത് കയറ്റുന്നത് കേട്ടോ. നമ്മുടെ ചിമ്പൂട്ടനെ ഇരിക്കുന്ന നോക്കിക്കേ, ആ ബോക്സിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഇരിക്കുന്നത്. ഞാൻ അവൻ്റെ അപ്പിടുന്ന സ്ഥലം അവിടെ ആയിരിക്കും കേട്ടോ. ആ കാണുന്നത് നമ്മുടെ ഡാലിയത്തോട്ടാട്ടോ. അവിടേക്ക് ഇനി ക്ലീൻ ചെയ്യണം നമുക്ക്. അത് വരുന്ന ചേർത്ത്
ഇന്നത്തെ ഞങ്ങളുടെ പുറത്തെ പണികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അകത്തേക്ക് കയറാട്ടെ. അന്ന് അത്യാവശ്യം ഞങ്ങൾ കുറേ പണികളൊക്കെ ചെയ്തു. ഇനിയും കുറേ പണികളൊക്കെ ഞങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കിടക്കുന്നുണ്ട്. ഓരോന്ന് തീർത്ത് വരണം. ഇപ്പോൾ സമയം 7:30 ആയിട്ടുണ്ട് കേട്ടോ. ചൂടായിട്ടില്ല, ചെറിയ തണുപ്പുണ്ട്. കോഴികളൊക്കെ കൂട്ടി കയറി, താറാവുകൾ കയറിയിട്ടില്ല. ചിമ്പൂട്ടൻ എന്താ ഇവിടെ നിൽക്കുന്നുണ്ട്. മറ്റേ പൂച്ചകൾ വന്നില്ലേ ചിമ്പോ? അവരുടെ കൊടുക്കൽ തുറക്കാൻ പറ്റുന്നുണ്ട്. അകത്തേറിയിട്ട് കോളേജേട്ടൻ ഇപ്പോൾ അകത്തേറിയിട്ടില്ല കേട്ടാ. കോളേജേട്ടൻ പിന്നെയും അവിടെ നിന്നിട്ട് എന്തൊക്കെയോ പ്ലാനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.